ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഇതിൽ പറയുന്നത്. അതിനായി ആദ്യം 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ ജീരകവും 10 അല്ലി വെളുത്തുള്ളി കൂടെ ഇതിലേക്കിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു തക്കാളി കഷ്ണങ്ങളാക്കി ഇടികല്ലിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്ത തക്കാളി കൂടി നമുക്ക് ഈ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് പുളി ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇനി രസത്തിനാവശ്യമായ കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കായപ്പൊടി. കായ ഉണ്ടെങ്കിൽ മുഴുവൻ ചേർത്തോളൂ കേട്ടോ. ഇത് പൊടിയാണ് എൻ്റെ അടുത്തുള്ളത്, അപ്പോൾ ഞാൻ പൊടി ചേർത്തു കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് അടുപ്പിലേക്ക് വയ്ക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്നത് വരെ ഒന്ന് അടച്ചു വയ്ക്കാം. രസം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വയ്ക്കാം. ഇനി രസം വറുത്തിടാനായി ഒരു ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. ചൂടായ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളക് പൊട്ടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം തയ്യാറാക്കി വെച്ചിരിക്കുന്ന രസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.